ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഒരു പായസം തയ്യാറാക്കാം. അതായത് ഉണക്കലരിയും അതുപോലെ കരിക്കും ചേർത്തിട്ടുള്ളൊരു പായസമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഉണക്കലരി ഏതാണ്ട് ഒരു ചെറിയ കപ്പ്, ശർക്കര ഉരുക്കിയത് 100 ഗ്രാം ശർക്കര വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തത്, ഒരു നാളികേരത്തെ ചിരവിയിട്ട് അതിൻ്റെ പാലെടുത്തത്, രണ്ടാം പാല് 1.5 കപ്പും ഒന്നാം പാല് 1 കപ്പും. കരിക്കിൻ്റെ കാമ്പ് 1 കരിക്കിൻ്റെ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പും മുന്തിരിയും 1 ടേബിൾ സ്പൂൺ വെച്ച്. ഇനി എങ്ങനെയാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണക്കല്ലരി കരിക്ക് പായസം തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ചെറിയ കപ്പ് ഉണക്കല്ലരി, അത് നമ്മളെടുത്ത് നാളികേരപ്പാലിൽ വേവിച്ച് ഉടച്ചെടുത്തതാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പായസം തയ്യാറാക്കാൻ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഉണക്കലരി നാളികേരപ്പാലിൽ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്, ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നെയ്യ് ഒഴിക്കുക. നെയ്യുടെ ഉപയോഗം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. അതിലേക്ക് ആദ്യം കിസ്മിസ്, ഒന്ന് വറുത്ത് കോരുക. അതാണ് മൂത്ത് വരുമ്പോൾ കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പിടാം. ആയാൽ മതി, അത് കോരിയെടുക്കുക. ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള അരി, ഉണക്കല്ലരി നാളികേരപ്പാലിൽ വേവിച്ചത് ഇത്. നെയ്യായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് യോജിച്ചു എന്നാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല്, നാളികേരത്തിൻ്റെ രണ്ടാം പാല്, അത് ഒഴിക്കാം. ഒന്ന് യോജിച്ചിട്ടുണ്ട്. നെയ്യുമായിട്ട് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാം പാൽ ചേർക്കുന്നതിനേക്കാളും മുമ്പായിട്ട് ചേർക്കേണ്ടത് ശർക്കര നീരാണ്. 100 ഗ്രാം ശർക്കരയുടെ വെള്ളത്തിൽ അലിയിച്ച് ഉരുക്കിയെടുത്തത് ചേർക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്ന് ഒരു സെറ്റാവുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ചേർക്കാം. അതുവരെ ചെറിയ ഫ്ലെയിമിൽ അത് ഒന്ന് യോജിപ്പിക്കാം. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കരിക്കിൻ്റെ കാമ്പ്, അതിൽ നിന്ന് 2 കഷ്ണം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കണോട് കൂടിയിട്ട് തന്നെ ഇടാനായിട്ട്. ബാക്കിയുള്ള കരിക്കിൻ്റെ കാമ്പിനെ മിക്സി ബൗളിലൊന്ന് അരച്ചെടുക്കാം.
അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ മിക്സ് ചെയ്ത് അതിലൊഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. കരിക്കിൻ്റെ കാമ്പ് ഒരുവിധം അരച്ചെടുത്തതാണത്. ബാക്കി വന്ന നാളികേരപ്പാൽ, രണ്ടാം പാൽ നമ്മൾ ഈ കരിക്കിൻ്റെ കാമ്പ് അരച്ചതും കൂടിയായിട്ട് മിക്സ് ചെയ്ത് മറ്റൊരു പാനിൽ ചൂടാക്കാൻ വയ്ക്കാം. ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കലരിയുടെ വേവിച്ചതും ശർക്കര നീരും കൂടിയിട്ടുള്ളത്. തിളച്ച് ഒരുവിധം നന്നായി ആയി വരുന്നുണ്ട്. അതൊരടുപ്പിൽ ഒന്നും കൂടി ഒന്ന് വറ്റണത്. അതിന് ശേഷം വേണം നമുക്ക് നാളികേരപ്പാൽ ഇനി ചേർക്കാനായിട്ട്. അതിനിടയിലാണ് നമ്മളിവിടെ കരിക്കിൻ്റെ കാമ്പും രണ്ടാം പാലും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. മിക്സിയിലടിച്ച് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ കാമ്പും രണ്ടാം പാലും നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ശർക്കരയുമായിട്ട് ചേർത്തിട്ട് വെച്ചിട്ടുള്ള, ശർക്കരയുടെ നീരുമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഉണക്കലരിയുടെ പായസം, ആ മിക്സിനെ ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി ഒന്ന് തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. കുറച്ച് കരിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. കടിക്കേണ്ട പരുവത്തിൽ തന്നെ ആക്കി ഇട്ടിട്ടുള്ളതാണ് അത്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഒന്ന് ഇളക്കുക. ഇനി ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാൻ കുറച്ച് ഏലക്കായയുടെ പൊടി ചേർക്കുന്നുണ്ട്. ജീരകം, ഏലക്കായ, ചുക്ക് ഇതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്ന ഫ്ലേവേഴ്സാണ്. കുറച്ച് മാത്രമാണ് ഏലക്കായയുടെ പൊടി ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ. നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് ചേർക്കാം. ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ഒന്നാം പാല് ചേർത്തത്. ഇപ്പോൾ ഒന്നാം പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിൽ വല്ലാണ്ട് തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലൊന്ന് ചെറുതായി ഒന്നാം പാല് ചേർത്ത് ചൂടായി ചെറിയ ബബിൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ കാമ്പ് അതും കൂടി അതിലിട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് കടിക്കുന്ന പരുവുണ്ടാവാനാണത്. ഫ്ലെയിം ഓഫ് ചെയ്ത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പായസം, ഉണക്കല്ലരി കരിക്ക് പായസം തയ്യാറായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.